എന്തുകൊണ്ട് നാം കുംഭസാരത്തി ജപത്തിൽ പരിശുദ്ധ കന്യകയോട് നാം പാപങ്ങൾ ഏറ്റുപറയണം? അതിനെപ്പറ്റിയാണ് നാം ഇങ്ങോട്ട് വരുന്നത്. സർവശക്തനായ ദൈവത്തോടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധ കന്യകയോട് നാം തെറ്റുകൾ ഏറ്റുപറയുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. 30ഓളം വിഷയങ്ങളുമായി മാനുവൽ ടിറ്റീസ് ചാനൽ. മേരി മദർ ഓഫ് ജീസസ് കുംഭസാരത്തിലുള്ള ജപത്തിൽ ഉൾപ്പെടുന്നതിന് സഭ നൽകുന്ന പ്രധാനമായ കുറച്ച് കാരണങ്ങളുണ്ട്. വിശുദ്ധിയുടെ പരിപൂർണ മാതൃക. കുംഭസാരത്തിൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ മറിയം ദൈവഹിതത്തോട് പൂർണ്ണമായി വിധേയയായ വിശുദ്ധ ജീവിതത്തിൻ്റെ മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സഭയുടെ മാതാവാണ്. കത്തോലിക്ക വിശ്വാസത്തിൽ മറിയത്തെ സഭയുടെ മാതാവായി കണക്കാക്കുകയാണ്. അതിനാൽ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മീയ മാതാവായി മാതാവിനെ സംബോധന ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷ. കുംഭസാര ജപത്തിൽ മറിയത്തോടും മറ്റ് വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്നത് അവരിൽ നിന്ന് പാപമോചനം ചോദിക്കുന്നതിനല്ല, ലഭിക്കുന്നതിനല്ല. പാപമോചനം ദൈവത്തിൽ നിന്ന് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അവർ ദൈവസന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് അപേക്ഷിക്കുന്നത്. ആലോചിക്കുക, ചിന്തിക്കുക. വിശുദ്ധർ നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം വിശേഷിപ്പിച്ച മറിയത്തിൻ്റെ വിനയം കുംഭസാരത്തിന് ആവശ്യമായ ഒരു മനോഭാവം തന്നെയാണ്. അതിനാൽ മാനസാന്തരത്തിൻ്റെ യാത്രയിൽ മാതാവിനെ തീർച്ചയായും സഭയോർക്കുന്നു, നമ്മളും ഓർക്കുന്നു. ആ വിനയമാണ്. കുംഭസാരത്തിൻ്റെ ലത്തിൻ രൂപമായ കോൺഫിറ്റിയർ മധ്യകാലഘട്ടം തൊട്ടാണ്. ഞാൻ കുംഭസാര ജപത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എപ്പോഴാണ് തുടങ്ങിയതെന്നും ഏത് സുനഹദോസ് മുതലാണ് അത് സ്ഥിരീകരണം നടത്തിയതെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബീറ്റെ മരിയെ സെംപർ വിർജീനി, നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും എന്ന് തുടങ്ങുന്ന ഭാഗം ഉൾക്കൊണ്ടിരുന്നു. അതായത് മറിയത്തിൻ്റെ പേര് കുംഭസാര ജപത്തിൽ വളരെ പഴക്കമുള്ള ഒരു സഭാ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പരിശുദ്ധ മറിയം പാപമോചനം നൽകാനല്ല, ദൈവസന്നിധിയിൽ നമുക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധയായാണ്, വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും മാതൃകയായാണ്, സഭയുടെ മാതാവായാണ്. മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നതിനാണ് നാം കുംഭസാര ജപത്തിൽ മാതാവിന് വേണ്ടി അല്ലെങ്കിൽ മാതാവിനോട് നാം പാപമോചനത്തിനായി അപേക്ഷിക്കുന്നത്. പാപമോചനം നൽകുന്നത് ദൈവം മാത്രമാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശുദ്ധ സ്നാപകയോഹന്നാനോട് വിശുദ്ധ സ്നാപക യോഹന്നാനോട് എന്തുകൊണ്ടാണ് നാം കുംഭസാര ജപത്തിൽ പാപങ്ങൾ ഏറ്റുപറയുന്നു എന്നതിനെപ്പറ്റി പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.